ഞാനൊന്ന് തുടരുക. നമുക്ക് പരിശോധിക്കാം. നമുക്കിപ്പം ഡോക്ടർ അരുൺ ചേരുകയാണ്. പൊതുജനാരോഗ്യ പ്രവർത്തകനാണ്. ഒപ്പം വാക്സിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് കോവിഡ് കാലത്ത് ഒത്തിരി പ്രവർത്തനം നടത്തിയ വ്യക്തി കൂടിയാണ് ഡോക്ടർ അരുൺ. ഡോക്ടർ അരുൺ, സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഈ കോവിഷീൽഡുമായി ബന്ധപ്പെട്ട് വരുന്ന ആ വാർത്തകളുടെ പിൻപറ്റിയുള്ള ചർച്ചകളാണ്. വാക്സിൻ വിരുദ്ധ പ്രചാരകർ അതൊരു ആയുധമാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. യഥാർത്ഥത്തിൽ നമുക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ? പ്രത്യേകിച്ച് കോവിഷീൽഡ് എന്ന വാക്സിൻ കേരളത്തിലടക്കം വ്യാപകമായി ഉപയോഗിക്കപ്പെട്ട വാക്സിനാണ്. അതെ 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 ഡോക്ടർ. ഞാൻ പറയുന്ന ഈ വാക്സിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഏത് മരുന്നിന്റെയോ ചികിത്സയുടെ കാര്യത്തിലും നമ്മളൊരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തും. അതായത് നേട്ടങ്ങൾ എത്രയും കോട്ടങ്ങൾ എത്രയെന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ AstraZeneca കോടതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള വിവരം ശാസ്ത്ര ലോകത്തിന് വളരെ മുമ്പേ അറിയുന്നതാണ്. അതായത് വാക്സിൻ ഉപയോഗിക്കാൻ തുടങ്ങി മൂന്നോ നാലോ മാസങ്ങൾക്കകം തന്നെ ഇതിന്റെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ വളരെ അപൂർവമാണെന്നുള്ളതാണ് നമ്മളിത് അടിവരയിട്ട് പറയേണ്ടത്. അപ്പോ ഇതില് ചില പഠനങ്ങൾ പറയുന്നത് ഒരു കോടിയിൽ ഒരാൾക്ക്, ചിലപ്പോൾ അതിലും പറയുന്നത് അതിലും കുറവാണ്, 7 കോടിയിൽ ഒരാൾക്ക് എന്നൊക്കെയാണ് എന്റെ കണക്കുകൾ പറയുന്നത്. വളരെ വളരെ അപൂർവമായിട്ട് വരാവുന്ന ഒരു പാർശ്വഫലം തന്നെയാണ് ഈ PTS എന്ന് പറയുന്ന സംഭവം. അതായത് ഒരു പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും എന്നാൽ അതേസമയം രക്തം കട്ട പിടിക്കുകയും അതുകൊണ്ട് സ്ട്രോക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് മാതിരിയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സംഭവം വളരെ വളരെ അപൂർവമായിട്ടാണ് കാണുന്നത് നമുക്ക് മനസ്സിലാക്കണം. എന്നാൽ ഈ വാക്സിന്റെ ഗുണം വളരെ അധികമാണ്. വാക്സിൻ നമുക്ക് പ്രധാനമായിട്ടും ഗുണം ചെയ്തിട്ടുള്ളത് മരണങ്ങൾ കുറയ്ക്കാനും ഹോസ്പിറ്റലൈസേഷൻ കുറയ്ക്കാനും. വാക്സിൻ എടുത്ത 100 പേരിൽ 72% ആളുകൾക്ക് മരണം തടയാനും നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ തടയാനും സീരിയസ് ആയിട്ടുള്ള ICUയിൽ കയറുന്നത് തടയാനൊക്കെ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം വാക്സിൻ എല്ലാവരും എടുത്തിട്ടുണ്ട്. ലോകത്തില് എല്ലാവരും കോവിഡിന്റെ വാക്സിൻ എടുത്തിട്ടുണ്ട്. ഈ വാക്സിൻ ഇന്ത്യയിൽ ഒരുവിധം 170 കോടി ഡോസുകൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിൽ തന്നെ ഒരുപാട് ഒരു 400 കോടിയോളം ഡോസുകൾ ലോകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വളരെ അപൂർവമായിട്ട് നമുക്ക് തോന്നുന്ന കുറച്ച് കേസുകളിൽ മാത്രമേ പാർശ്വഫലങ്ങൾ വന്നിട്ടുള്ളൂ. ആ പാർശ്വഫലങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. തുടക്കത്തിൽ ആ പാർശ്വഫലങ്ങൾക്ക് ചികിത്സിക്കാനുള്ള നമുക്ക് കുറച്ചൊരു കഴിവുകേട് ഉണ്ടായിരുന്നു. എന്നാൽ പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി 1 മാസം 2 മാസം കഴിയുമ്പോൾ തന്നെ അത് എങ്ങനെ ചികിത്സിക്കണം എന്നുള്ളതിന്റെ മാർഗരേഖകൾ അടക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷം വന്ന പാർശ്വഫലങ്ങളൊക്കെ നമുക്ക് ചികിത്സിച്ച് മാറ്റാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ ഈ വാക്സിൻ എന്തായാലും അത്യന്താപേക്ഷിതമായിരുന്നു. അന്ന് ഇന്ത്യയിൽ ഇത്രയധികം കൊടുത്തത് കൊണ്ടാണ് ഇന്ത്യയെ വലിയ രീതിയിലേക്ക് മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഡോക്ടർ, ഒരു കാര്യം, നമ്മൾ ഈ വാക്സിൻ കേരളത്തിൽ വ്യാപകമായി ഉപയോഗിച്ചാണ്. നമുക്കറിയാം പൊതുവിൽ എല്ലാ വാക്സിനുകൾക്കും ഒരു 100% അതിൻ്റെ ഒരു പ്യൂരിറ്റി, കൃത്യത നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയില്ല. അത് പല സാഹചര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. പല ശരീരങ്ങളുടെയും പ്രതിപ്രവർത്തന സാധ്യതകളൊക്കെ ഉണ്ടാവാം. പക്ഷേ അന്നത്തെ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ എന്നൊരു സാഹചര്യമാണോ വേണ്ടത്ര ഒരു പരീക്ഷണം ഒരു വാക്സിൻ ഉപയോഗിക്കുമ്പോൾ കണ്ടെത്തിയ വാക്സിൻ അത് ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള ഒരു ട്രയൽസ് കൃത്യമായി നടത്താതെ ആളുകളിലേക്ക് എത്തേണ്ടത് അന്നത്തെ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ തന്നെയായിരുന്നു? തീർച്ചയായും നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. നമ്മൾ വാക്സിൻ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് എടുത്തതിന് ശേഷമുള്ള മരണനിരക്ക് നമുക്ക് നോക്കിയാൽ അറിയാം, വളരെയധികം വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വാക്സിൻ അന്ന് അത്യന്താപേക്ഷിതമായിരുന്നു. വളരെ ഫാസ്റ്റ് ട്രാക്ക് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അന്ന് തന്നെ വാക്സിന്റെ എഫിക്കസി 50%-ത്തിലധികവും, സൈഡ് എഫക്ട്സ് ഒരു 10,000-ൽ ഒരാൾക്ക് അല്ലെങ്കിൽ 1,00,000-ൽ ഒരാൾക്ക് മാത്രം പാർശ്വഫലങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടാണ്. എന്നാൽ ഒരു കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കേണ്ടത്, എല്ലാവരും വാക്സിൻ എടുത്തിട്ടുണ്ട്. ഞാൻ 3 ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ട്. എന്റെ കുടുംബത്തിൽ എല്ലാവരും 3-4 ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പൊ എന്ത് ചെറിയ സംഭവങ്ങൾ ഉണ്ടായാലും, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുക അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാവുക, അറ്റാക്ക് ഉണ്ടാവുക, ഒക്കെ വാക്സിന്റെ തലയിലിടും. വീണ്ടും അടിവരായിട്ട് പറയുന്നു, വാക്സിന്റെ പ്രശ്നം ആദ്യത്തെ 2-3 ആഴ്ച, അതും ഫസ്റ്റ് ഡോസ് കഴിഞ്ഞിട്ടുള്ള 3 ആഴ്ചയിൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഈ TTS എന്ന് പറയുന്ന ഈ പാർശ്വഫലം, ഇപ്പോൾ AstraZeneca കോടതിയിൽ പറഞ്ഞ പാർശ്വഫലം ആദ്യത്തെ 3 ആഴ്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പൊ നമ്മുടെ ആർക്കും ഇനിയിപ്പോ അത് വരില്ല, കഴിഞ്ഞില്ല. അത് ആ ഒരു ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇനിയിപ്പോ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും വാക്സിന്റെ തലയിൽ ഇടാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് ഈ പത്രവാർത്തകൾ കാണുമ്പോൾ. തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, താങ്കൾ ഒന്ന് തുടരുക, ഒന്ന് ഹോൾഡ് ചെയ്യുക. ഡോക്ടർ MP മണികൂടി